ഹലോ സുഹൃത്തുക്കളെ, കേരള ലോട്ടറി ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോർമൽ ലോട്ടറിയുടെ നറുക്കെടുപ്പായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ മാർക്ക് ചെയ്ത നമ്പറുകളിനകത്ത് ഞാൻ 10 നമ്പറുകൾ 10 ബ്ലോക്ക് മാർക്ക് ചെയ്ത് മാറ്റിയിട്ട് അത് നിങ്ങൾ ഏതൊക്കെ നമ്പർ അടിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ നമ്പർ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, ഏതൊക്കെ നമ്പർ പിടിക്കാതിരിക്കാൻ പറ്റും എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ 8400-ൽ 2 പ്രൈസുകൾ അടിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, 28-60, അതായത് 28-60 എന്ന് ചതുരത്തിൽ കളത്തിൽ കിടക്കുന്നുണ്ടോ, 40-ൻ്റെ മേലെ, അതായത് 84-40-ൻ്റെ മുകളിൽ 28-60 നിൽക്കുന്നു ഒരു 5000 രൂപ പ്രൈസ്. ആ 5000 രൂപ പ്രൈസ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, ആർക്കും പിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു നമ്പർ ഇന്നലെ കാരുണ്യ പ്ലസിൽ അതിൻ്റെ സാമ്യമായിട്ടുള്ളൊരു നമ്പരും അടിച്ചിട്ടില്ല. അത് കാരണം നമുക്കത് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുന്ന ഒരു നമ്പർ അവിടെ കിടപ്പുണ്ട്, കണ്ടോ, 8700 മേളിലോട്ട് നിൽക്കുന്നുണ്ടോ, 8700. അപ്പോൾ 8400-ലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, 8400-ലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. 8700 മേളിലോട്ട് ഇന്ന് 5000 രൂപ പ്രൈസ് അടിച്ചു. കണ്ടോ, 800 നിൽക്കുന്നതിൻ്റെ സെൻട്രൽ 7 നിന്നപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് 4 കളം നേരെ, അല്ലെങ്കിൽ എൽ ആകൃതിയിൽ, അല്ലെങ്കിൽ സമചതുരത്തിൽ, അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് അടിക്കുന്നത്. കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നിങ്ങളിത് പിടിക്കാവൂ. അതായത് സമചതുരത്തിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇന്ന് അടിച്ചേക്കുന്ന നമ്പർ, ഉദാഹരണം നമ്മൾ 148 ഫസ്റ്റിലെ അടിച്ചേക്കുന്നത്. ആ 148 സമചതുരമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ജോഡിയായിട്ട് നിൽക്കുന്ന നമ്പർ അടിക്കും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന 84-17 അത് നോക്കി എടുത്തേക്കല്ലേ, ആ 84-17-ൻ്റെയാണ് ഇന്ന് അടിച്ചേക്കുന്ന 14-81. അത് ഇപ്പം ഞാൻ നിർമ്മലിൽ ഇട്ടിരിക്കുന്ന നമ്പരാണ്. അപ്പം 148-ൻ്റെ ജോഡി ഞാൻ ഇന്ന് മാർക്ക് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആ വീഡിയോയിൽ 148-ൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജോഡിയാണ് അടിക്കുന്നത്. അതായത് തലേന്നടിക്കുന്ന നമ്പറിൻ്റെ 3 സംഖ്യ സമചതുരത്തിലോ എല്ലാകൃതിയിലോ നിന്നാൽ അവിടെ കറക്റ്റായിട്ടും പ്രൈസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് കണ്ടില്ല, അടിച്ചേക്കുന്നുണ്ട്. അതായത് 78-62 അടിച്ചേക്കുന്നുണ്ടോ, അതായത് 78-62 എന്നുള്ളത് ആ 62 എന്നുള്ള നമ്പർ തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടും സെൻറ്ററിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ 78-26 നിന്നാൽ നിങ്ങൾക്ക് പിടിക്കാൻ പാടാണ്. ഇതുകൊണ്ട് ഓരോ നമ്പറുകളിലും അടിയുള്ള നമ്പർ, കംപ്ലീറ്റ് നമ്പറുകളിലും അടിയുള്ള നമ്പറുകളാണ് കിടക്കുന്നത്. അത് പിടിക്കാൻ പറ്റുന്നത് തലേന്ന് വരുന്ന നമ്പറിൽ സമചതുരത്തിലോ എല്ലാ ആകൃതിയിലോ സ്ട്രെയിറ്റ് ആയിട്ട് 3 കളത്തിലോ അതിൻ്റെ വിടവിൽ വരുന്ന നമ്പർ വെച്ച് വരുവാണെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാം, കാരുണ്യ പ്ലസിൽ അടിച്ചേക്കുന്ന നമ്പറാണ്, അതിൻ്റെ ഒരു മാറിയാണ് ഇങ്ങോട്ട് 5000 രൂപ പ്രൈസ് നമുക്ക് നിർമ്മലിലോട്ട് അടിക്കുന്നത്. നിർമ്മലിലെ പ്രൈസാണ് നാളത്തെ ശനിയാഴ്ചത്തെ പ്രൈസിലോട്ട് വരുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്താണ് ഇതിൻ്റെ അടി വരുന്നത്. അപ്പം ഇന്നലെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. 26-69 എന്നുള്ളൊരു പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇന്നത് 69-63 അടിച്ചിട്ടുണ്ട്. 2ൻ്റെ സ്ഥാനത്ത് 3 വന്നതേ ഉള്ളൂ. അങ്ങനെയാണ് പ്രൈസ് അടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 6-6-9 സമചതുരത്തിൽ ഒരു കളത്തിൻ്റെ കോണിൽ നിന്ന് അതിൻ്റെ ബാക്കി ജോഡി നിൽക്കുന്ന കറക്റ്റായിട്ട് 3 ആയിരിക്കും. അങ്ങനെയാണ് ഇത് പിടിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കേണ്ട. വീഡിയോ കുറച്ച് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തിരക്ക് കൂട്ടണ്ട. എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തിരക്ക് കൂട്ടി ചടി പിടിച്ച് കാശ് കളയണ്ട. കുറേ ദിവസം വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ.